നമസ്കാരം. വി ഡി സതീശൻ മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം സംബന്ധിച്ച വിജ്ഞാപനം നീളുകയാണ്. ചില വകുപ്പുകളിൽ ഇനിയും തർക്കം നിലനിൽക്കുകയാണ്. ഫിഷറീസ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പുണ്ടെന്നാണ് സൂചന. ഫിഷറീസ് വകുപ്പ് തന്നാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുനൽകൂ എന്ന കടുത്ത നിലപാടിലാണ് ലീഗ് നേതൃത്വം. ഇന്നും സർക്കാരിന്റെ രണ്ടാം ദിനത്തിൽ സർക്കാരിനെ കുറിച്ചാണ് ചർച്ച. ഡോക്ടർ ജി ഗോപകുമാർ രാഷ്ട്രതന്ത്ര വിദഗ്ധൻ, ശ്രീ വി മുസ്തഫ CPM, ശ്രീ KVS ഹരിദാസ് BJP, ശ്രീ വസന്ത് സിറിയക് കോൺഗ്രസ്, ഡോക്ടർ ഫസൽ ഗഫൂർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ. ആദ്യം ശ്രീ വസന്ത് സിറിയക്, മന്ത്രിമാർക്ക് വീടൊക്കെയായി, സത്യപ്രതിജ്ഞ ചെയ്ത് ഇത്രയും സമയമായി, അവർക്ക് വകുപ്പ് കിട്ടിയിട്ടില്ല. സാധാരണ നിലയിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം വകുപ്പ് സംബന്ധിച്ച വിജ്ഞാപനം ഇറങ്ങേണ്ടതാണ്. ഇതിപ്പോ മന്ത്രിമാർ പണിയില്ലാതിരിക്കുകയാണ്. ആണല്ലോ, നിങ്ങള് സ്ഥാനാർത്ഥികൾ എവിടെ എന്ന് ആദ്യം ചോദിച്ചു. മിടുക്കരായ സ്ഥാനാർത്ഥികൾ ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വരുമെന്ന് ഞാൻ പറഞ്ഞു. അത് അതേപടി വന്നു. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ ബാധിക്കുമോ എന്ന് ചോദിച്ചു. ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ 102 സീറ്റിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നു. മുഖ്യമന്ത്രി എവിടെയെന്ന് ചോദിച്ചു. ഇതാ നല്ലൊരു മുഖ്യമന്ത്രി വന്നു, നല്ലൊരു ടീം വന്നു. ഇനി വകുപ്പ് എവിടെ എന്ന ചോദ്യത്തിനും താമസിക്കാതെ തന്നെ ഉത്തരം കിട്ടും. ആദ്യ മന്ത്രിസഭാ യോഗത്തിലൊന്നും വകുപ്പുകൾ വിഭജിച്ച് തീരുമാനമായിട്ടുള്ള ചരിത്രമൊന്നും നമുക്കില്ലല്ലോ. കുറച്ച് സമയം എടുക്കും. ഇപ്പൊ നാളെ കഴിഞ്ഞുമായി MLA മാർ സത്യപ്രതിജ്ഞ ചെയ്യും. പുതിയ സ്പീക്കർ ഉണ്ടാവും, ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാവും. അപ്പോ 1-2 ദിവസം MLA-മാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ്, ഇതൊന്നും വകുപ്പ് വിഭജനവുമായി യാതൊരു ബന്ധവുമുള്ള കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ പ്രൊറഗേറ്റീവാണ്. മുഖ്യമന്ത്രിയാണ് വകുപ്പ് നിർണ്ണയിക്കേണ്ടത്. അത് വിജ്ഞാപനമായി ഇറക്കണം. അത് ഇനിയും കഴിയാത്തത് ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പ് കൊടുക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നത് കൊണ്ടാണെന്നുള്ളതാണ് പ്രശ്നം. ഇതൊരു മുന്നണി സംവിധാനമാണല്ലോ ശ്രീ അഭിലാഷ്. അപ്പൊ സ്വാഭാവികമായും ആ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് വകുപ്പുകളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടാവും. അവർക്ക് അവരുടെ ക്ലെയിം ഉണ്ടാകും. അത് മുന്നോട്ട് വെക്കും, ചർച്ച ചെയ്ത് അതിലൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തും. അത് അധികം വൈകില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഉത്തരം. ഇനി അങ്ങനെ വകുപ്പ് വിഭജനം നീണ്ടുപോയി സർക്കാരിന് പ്രതിസന്ധിയിലേക്ക് പോകുമെന്നൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നോക്കൂ, ഞങ്ങൾക്ക് ജനം വോട്ട് ചെയ്തത്, ഈ 102 സീറ്റിന്റെ മാൻഡേറ്റ് നൽകിയത് ശൈലി മാറ്റത്തിനാണ് എന്നാണ് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിനുണ്ടായിരുന്ന ഒരു ധാർഷ്ട്യത്തിന്റെ, ഏകാധിപത്യത്തിന്റെ, ഒരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ ഒക്കെ ശൈലി ഉണ്ടായിരുന്നു. അത് മാറണമെന്നാണ് ജനം ആഗ്രഹിച്ചത്. അത് ആദ്യ ദിവസം തന്നെ, മന്ത്രിസഭാ യോഗത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അത് പ്രകടമാകുന്ന രീതിയിൽ, അത് രജിസ്റ്റർ ചെയ്യുന്ന രീതിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ പാലിച്ചു വരികയാണ്. അതിൽ ആശാവർക്കർമാരെ ഞങ്ങൾ അവരോടുള്ള വാക്ക് പാലിച്ചു. KSRTC-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾ നിലപാടെടുത്തു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഈ സമര ഗേറ്റ് തുറന്നു കൊടുക്കുന്നു എന്ന് പറയുന്നത് നിസ്സാരമല്ലല്ലോ. മുഖ്യമന്ത്രിക്ക് അപ്രോച്ചബിൾ ആയ, ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയെന്ന് ജെൻസി കുട്ടികൾ പോലും, രാഷ്ട്രീയത്തോട് അധികം താല്പര്യമില്ല എന്ന് നമ്മളൊക്കെ പറയുന്ന ജെൻസി അല്ല, ജെൻ ആൽഫ കുട്ടികൾ പോലും ഇതാ ചിരിക്കുന്ന മുഖ്യമന്ത്രി, മന്ത്രിമാരെയും കിട്ടി എന്ന് ആനന്ദത്തോടു കൂടി പറയാണ്. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണ് രാഷ്ട്രീയത്തോട്. അത് തന്നെ വലിയൊരു ശൈലി മാറ്റമാണ്. ആ മാറ്റം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോ ശരി, ഏതൊക്കെ ശൈലികളാണ് മാറിയിട്ടുള്ളത് നമുക്ക് അതിലേക്ക് വരാം. ശ്രീ ഫസൽ ഗഫൂർ, ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട തർക്കം ഫിഷറീസുമായി ബന്ധപ്പെട്ടാണ്. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കരുത് എന്ന് ലത്തീൻ സഭ പറയുകയാണ്. അതേസമയം വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത് എന്ന് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൊടുക്കരുത് എന്ന് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ലീഗ് പരമ്പരാഗതമായി കൈകാര്യം ചെയ്ത് വന്നിരുന്ന വകുപ്പാണ്. അത് ഞങ്ങൾക്ക് വേണമെന്ന് ലീഗ് പറയുന്നു. അപ്പോഴും ഉന്നത വിദ്യാഭ്യാസം, LDF സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പിനെ ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവുമായി തിരിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് എടുക്കുകയാണ്. അപ്പോൾ ഫിഷറീസ് ഞങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം തരാൻ പറ്റില്ല എന്ന് ലീഗ് പറയുന്നു. ഇതെന്തെല്ലാമാണ് ഈ നടക്കുന്നത്? ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. എന്താ കാരണം വെച്ചാൽ ഇതൊരു കൊയിലീഷനാണ്. ആക്ച്വലി ഇതിൻ്റെ കൊയിലീഷൻ്റെ ബേസിസ് തന്നെ ജാതി മത ഒരു സെറ്റപ്പാണെന്നല്ല നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. CPM മാതിരിയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ അതിൽ ആദ്യം ഓരോരോ പോയിന്റിലോട്ട് കിടക്കാം. നമ്പർ 1, ഈ ഫിഷർമാൻ മുക്കുവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മനസ്സിലായി, ഇന്ത്യൻ മാരിടൈം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവർ പറയുന്ന വളരെ വ്യക്തമായിട്ട് 40% ക്രിസ്ത്യാനികൾ, 30% ഹിന്ദു, ഈ 30% മുസ്ലിം എന്നുള്ളതാണ് ഇവിടുത്തെ സ്ഥിതി. അല്ലാതെ എല്ലാ മുക്കുവരും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, അവരാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് സിനിമ തന്നെ എടുത്തു നോക്കിയാൽ അറിയാം. കടലിലെ ഓളവും കരയിലെ മോഹവും മാനസമൈനേ വരൂ എന്ന് പറയുമ്പോൾ അതിൽ ഹിന്ദു ഉണ്ട്, അതിൽ മുസ്ലിമുണ്ട്, പരീക്കുട്ടിയുണ്ട്, അതിൽ പളനിയുണ്ട്. അതുമാതിരി തന്നെ നമ്മുടെ കടലിലെ ബാപ്പുട്ടി മുക്കുവനാണ്. അപ്പോൾ മുക്കുവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിലാണ് കൂടുതൽ മുക്കുവർ ശരിക്കും ഉള്ളത് എന്നുള്ളതൊക്കെ ഒരു വസ്തു നമ്മൾ കണക്കെടുക്കണം.
അപ്പോൾ തിരിച്ചു വരികയാണ്. അപ്പോൾ അത് ആ വകുപ്പ് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ആ വകുപ്പ് ഒരു കാര്യപ്പെട്ട വകുപ്പായിട്ട് ആരും പറഞ്ഞിട്ടുമില്ല. ഇത് വലിയൊരു കാര്യപ്പെട്ടൊരു വകുപ്പാണ്, ഫിഷറീസ് ഒന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ആണ് ഇവർ ചോദിക്കുന്നത്. പക്ഷേ ആദ്യം തൊട്ട് നമുക്കൊന്ന് തുടങ്ങണം. എന്താ പറയുക, ഈ വകുപ്പ് എഡ്യൂക്കേഷൻ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ആദ്യം ഒരു വകുപ്പായിരുന്നു. അതിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, ഉന്നത എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, അതുമാതിരി തന്നെ പബ്ലിക് സ്കൂൾ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. ഇത് മൂന്നും ഉണ്ടായിരുന്നു. അത് പല വിദ്യാഭ്യാസ മന്ത്രിമാരും കൈകാര്യം ചെയ്ത്. അതിൽ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, PJ ജോസഫ് ഉണ്ടായിരുന്നു, നമ്മുടെ അനൂപിൻ്റെ പിതാവുണ്ട് TM ജേക്കബ് മനസ്സിലായില്ലേ ഉണ്ടായിരുന്നു, അതേമാതിരി തന്നെ TM ജേക്കബ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് മുണ്ടശ്ശേരി മാസ്റ്റർ ഉണ്ടായിരുന്നില്ലേ? അതിന് ശേഷം പിന്നെ അത് മുസ്ലിമുകളുടെ കയ്യിലോട്ട് വന്നു. പിന്നെ ഹിന്ദുക്കൾ കുറവായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അതായത് നമ്മുടെ ഈ കഴിഞ്ഞ തവണത്തെ വിദ്യാഭ്യാസ മന്ത്രിയും CPM-ൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ ജനതയുടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും അതിലിപ്പോൾ ഒരു വലിയ സംഭവം നടന്നേ. അതായത് നമ്മുടെ അച്യുതാനന്ദ മിനിസ്ട്രിയുടെ കാലഘട്ടത്തിൽ ഹെൽത്ത് ഇതിൽ നിന്നെടുത്ത് മാറ്റി. ഹെൽത്ത് എന്ന് പറഞ്ഞപ്പോൾ വലിയ സംഭവമാണ്. പഴയമത്തെ ഹെൽത്തൊന്നുമല്ല. കാരണം കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെ 100 കണക്കിനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നഴ്സിംഗ്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് അങ്ങനെ ഉള്ളത് വന്നപ്പോൾ ഹെൽത്ത് അങ്ങ് എടുത്ത് മാറ്റി. അതിന് ശേഷം രണ്ടാമത്തെ നമ്മുടെ പിണറായി മിനിസ്ട്രി വന്നപ്പോൾ അതിൽ നിന്ന് ലോവർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, അത് നിങ്ങൾക്കറിയില്ല ഞാൻ എന്താ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതെടുത്ത് രണ്ടായിട്ട് തിരിച്ചു. അപ്പോൾ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ 1/3. അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന CH-ൻ്റെ കാലത്തോ ET മുഹമ്മദ് ബഷീറിൻ്റെ കാലത്തോ ആരായിക്കോട്ടെ, അല്ലെങ്കിൽ അബ്ദുറബിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതിൻ്റെ 1/3 മന്ത്രിസഭ ഇപ്പോൾ മറ്റേ വകുപ്പ് കയ്യിലുള്ളൂ. അപ്പോൾ അതിൽ ഓൾറെഡി തന്നെ പ്രഗത്ഭനായിട്ടുള്ളൊരു മന്ത്രിയെ ഹയർ എഡ്യൂക്കേഷൻ ഏൽപ്പിച്ചിരിക്കുന്നു. അതായത് റോജി ചെറുപ്പക്കാരനാണ്, ഏറ്റവും വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, അവർ കത്തോലിക്ക സമുദായത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ അവർക്ക് കിട്ടിയല്ലോ. ഇനി ഹെൽത്ത് എഡ്യൂക്കേഷൻ എടുത്തു കൊടുത്തിരിക്കുന്നതായിരിക്കാണ് പ്രഗത്ഭനായിട്ടുള്ള ഒരു ഹിന്ദു. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഞാൻ ഹിന്ദു മുസ്ലിം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ വാദം വരുമ്പോൾ അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വാദത്തിനെതിരായിട്ട് അത് മുരളീധരൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പുറത്ത് ചെറുപ്പക്കാരനായിട്ടുള്ള ഷംസുദ്ദീനാണ്. അപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ അതിലിപ്പോൾ എന്താ തെറ്റുള്ളത്? അപ്പോൾ അങ്ങനെ വീതം വന്നപ്പോൾ മുസ്ലിം ലീഗിന് വലിയ പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ വീതം വെപ്പിൽ. ആ വീതം വെപ്പിൽ പരിക്ക് പറ്റിയത് കൊണ്ട് അവർ പറഞ്ഞ ഒരു വകുപ്പ് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവരാവശ്യപ്പെട്ടത് ഫിഷറീസാണ്. ആ ഫിഷറീസ് വകുപ്പ് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് കുത്തക ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അവർ കുത്തകയില്ല. അതിന് മുമ്പ് ശർമ്മ ഒട്ടൊക്കെ എത്രയോ ഫിഷറീസ് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അന്ന് ഇതിന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ വെറുതെ അതിലൊരു കോല് കടത്താണ് ചില കോലിടാൻ അക്കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനിയിപ്പോൾ ലീഗ് അതിൽ ഒത്തുതീർപ്പുണ്ടാക്കുമോ ഇല്ല എന്നുള്ളതൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ ലീഗുകാരനൊന്നും അല്ലല്ലോ. ഞാനിപ്പോൾ ഇത് സ്റ്റാറ്റിസ്റ്റിക്കലിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറുള്ളൂ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഇപ്പോൾ സ്ഥിതിവിശേഷം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഒരു കാര്യമായിട്ടുള്ള തർക്കമുള്ളത്. അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ കാര്യമായിട്ട് തർക്കമുള്ളത്? നിങ്ങൾ പറയും വേറെന്താ തർക്കമുള്ളതെന്ന്. എല്ലാ തർക്കവും പരിഹരിച്ചല്ലോ ഗവൺമെൻറ് എല്ലാ തർക്കവും പരിഹരിച്ചിട്ടുണ്ട്. ഇതിൽ കാര്യപ്പെട്ടതാണ്. എല്ലാവരും പിന്നെ മോങ്ങിക്കൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ ഇത്. BJP-യിലും കോൺഗ്രസ്സിലും ഒക്കെ ഹൈക്കമാൻഡ് പറയുമ്പോൾ അവർ കുറച്ചൊക്കെ മോങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവർ അംഗീകരിക്കും. അപ്പോൾ ഇത് മോങ്ങിക്കൊണ്ടിരിക്കുന്നതിലൊന്നും കാര്യമില്ല. ഇത് ഏതായാലും ഇത്തരത്തിൽ തന്നെ ഒരു തീർപ്പിലെത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർപ്പിൽ എത്താൻ സമയമെടുക്കുമായിരിക്കും. ശ്രീ G. ഗോപകുമാർ, നമുക്കറിയാം ഇന്നലെയായിരുന്നു സത്യപ്രതിജ്ഞ. ഇന്നലെ രാവിലെ വകുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു പ്രസ്താവന വരുന്നത് വിദ്യാഭ്യാസ ന്യൂനപക്ഷ വകുപ്പുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന ഇലക്ഷൻ കാലത്ത് നൽകിയ വാക്ക് പാലിക്കണം, സമ്മർദ്ദത്തിന് മുമ്പിൽ അടിയറവ് പറയരുത് എന്നാണ്. ഓർത്തഡോക്സ് സഭയ്ക്ക് ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാത്തതിൽ പരിഭവമുണ്ട്. ലത്തീൻ സഭയ്ക്ക് ഫിഷറീസ് ഒരു കാരണവശാലും കൊടുക്കരുതെന്ന കടുത്ത നിലപാടുണ്ട്. അവർക്കും വിൻസെന്റിനെ മന്ത്രിയാക്കാത്തതിൽ പ്രതിഷേധമുണ്ട്. അതേസമയം തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ള വലിയ വകുപ്പ് ഇപ്പോൾ ഒരു ചെറിയ വകുപ്പാണ്. ഇവിടെ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ പഴയ വിദ്യാഭ്യാസ വകുപ്പിന്റെ 1/3 ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉന്നത വിദ്യാഭ്യാസം കൂടി കോൺഗ്രസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഫിഷറീസ് വേണമെന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇതിലിപ്പോൾ രാഷ്ട്രീയമായി വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഘടകകക്ഷികൾ വീതം വയ്ക്കുന്നതിനപ്പുറത്ത് സാമുദായികമാകുന്നുണ്ടോ കാര്യങ്ങൾ? അത് ഗുണപരമാണോ? അല്ല, ഇത് ഇപ്പോൾ തന്നെ ഒരു അപകടത്തിലെത്തിയെന്നൊന്നും നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഭരണം വന്ന ആദ്യത്തെ ക്യാബിനറ്റ് ഫോർമലായിട്ട് കൂടി, അടുത്ത ക്യാബിനറ്റ് മറ്റന്നാൾ വരികയാണ്, ബുധനാഴ്ച വരികയാണ്. അതിനിടയ്ക്കുള്ള തീരുമാനങ്ങൾ വരുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സമയമെടുത്തെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയൊക്കെ വളരെ പെട്ടെന്ന് നടന്ന സ്ഥിതിക്ക് ഇത് വലിയൊരു വിവാദമാകാൻ സാധ്യതയില്ല. ഒരു മുന്നണി രാഷ്ട്രീയത്തിനകത്ത് എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ ആർക്കും കഴിയില്ല. മന്ത്രിമാർ മാത്രമല്ലല്ലോ അധികാരത്തിൽ വരുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം ഘടകകക്ഷികൾക്കൊക്കെ
ചെറുതും വലുതുമായിട്ടൊക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സമവായത്തിൽ എത്തിച്ചേരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെ ഈ സമയത്തെ നമ്മളൊരു സമുദായ ഘടകമാക്കി മാറ്റി ഒരു വലിയ വിവാദത്തിലേക്ക് എത്തേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. പെർഫോമൻസിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നാൽ നമുക്കത് ശക്തമായി വിമർശിക്കാം. ഇപ്പോൾ ഭരണത്തിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് മാതൃഭൂമി ചാനലിൽ പറഞ്ഞാണ്, ഒരു പുതിയ ഭരണം വരുമ്പോൾ മാധ്യമങ്ങൾ പൊതുസമൂഹമൊക്കെ അതിനെ വിലയിരുത്തുന്നതിനൊരു മിനിമം സമയം കൊടുക്കണമെന്ന്. ഒരു 3 മാസമെങ്കിലും സമയം കൊടുത്തിട്ട് വേണം നമ്മൾ വിമർശനത്തിൻ്റെ ശക്തി കൂട്ടാനായിട്ട്. കാരണം ഒരു പെർഫോമൻസ് ആയില്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മനസ്സിലാക്കണമെങ്കിൽ 3 മാസവും പോരാ എന്നുള്ളതാണ്. കാരണം കോൺട്രവേഴ്സി ആകുമെങ്കിൽ നമുക്ക് സംസാരിക്കാം. അതല്ലാതെ എല്ലാം കോൺട്രവേഴ്സി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് എടുത്ത് ചാടണ്ട. ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി പ്രതീക്ഷയോട് കൊടുത്തൊരു ഭരണമാണ്. അതവരെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നുള്ളത് നോക്കട്ടെ. ഈ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് സമവായമുണ്ടാക്കാൻ പല മാർഗങ്ങളുണ്ട്. അത് മന്ത്രിമാർ തന്നെ ചെയ്യാം, മുഖ്യമന്ത്രിക്ക് ചെയ്യാം, രണ്ട് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ചെയ്യാം. ഞാൻ ആലോചിക്കുന്നത് അച്യുത മേനോനൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുന്നണി രാഷ്ട്രീയം അന്നത്തെ ഐക്യമുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോയത് പിൽക്കാലത്ത് ഹെൻറി കിസ്സിഞ്ചർ എന്നറിയപ്പെടുന്ന ബേബി ജോണായിരുന്നു. അച്യുത മേനോൻ വലിയ കാര്യമായിട്ടൊന്നും ഇങ്ങനെയുള്ള കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാനോ അതിന് താല്പര്യപ്പെട്ട് ഓടി നടക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഭരണത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയായിരുന്നു. അത് നന്നായി വരികയും ചെയ്തു. ബാക്കി കാര്യങ്ങൾ മുന്നണിക്കകത്ത് അന്ന് ഓർക്കുന്നുണ്ടാവും ചിലരെങ്കിലും, മുസ്ലിം ലീഗിനകത്ത് പിളർപ്പുണ്ടായി, ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നമുണ്ടായി, ഒന്നും കുഴപ്പമുണ്ടായില്ല. 6.5 വർഷം ഭരിച്ചു. അടിയന്തരാവസ്ഥയുടെ സഹായം ഉണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ട് ഒരു ഭരണം പൂർത്തിയാക്കിയ ഒരു ഭരണം അച്യുത മേനോൻ ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നു. കേവലം 7 പേരുടെ ഭൂരിപക്ഷത്തിലാണ് തുടങ്ങിയത്. മറിച്ചുമുണ്ട്, നമുക്കറിയാം 1977 വലിയ ഭൂരിപക്ഷത്തിലാണ് അന്നത്തെ UDF അധികാരത്തിൽ വന്നത്. അതിന് 1 മാസത്തെ ഭാഗ്യമേ ഉണ്ടായിരുന്നുള്ളൂ. രാജൻ കേസിൽ രാജിവെച്ച് പുതിയ മന്ത്രിസഭ AK ആന്റണിയുടെ വന്നു. അപ്പോൾ ഇതൊക്കെ വരട്ടെ, നമുക്കൊരു കുറച്ചൊന്ന് ക്ഷമിക്കണം. മാധ്യമ ലോകം ഇത്ര ധൃതിയിൽ നമ്മൾ വിമർശനത്തിന്റെ മൂർച്ച കൂട്ടണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, ശ്രീ VPP മുസ്തഫ, പുതിയ സർക്കാർ ഭരണം ഏറ്റെടുത്തിട്ട് 2 ദിവസം ആവുന്നേ ഉള്ളൂ. രണ്ടാമത്തെ ദിവസമാണ് ഇത്. CPM സെക്രട്ടേറിയറ്റിൻ്റെതായി വന്ന സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ആദ്യത്തെ പ്രസ്താവന വന്ദേ മാതര വിഷയത്തിലാണ്. ഒന്ന്, വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് വന്ദേ മാതരത്തിൻ്റെ 6 സ്റ്റാൻസയും മുഴുവനായും പാടണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരാണ് ഒരു റെഗുലേഷൻ പുറപ്പെടുവിച്ചത്. അത് ഈ ഗവർണറും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിൽ അങ്ങനെ വേണം എന്ന് നിശ്ചയിച്ചതാണ്. അങ്ങനെ ഒരു തീരുമാനമുണ്ട്. അതുകൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് ആലപിക്കപ്പെട്ടു എന്നുള്ളതിനപ്പുറത്ത് ഇത് ഹിന്ദുത്വയാണ്, ബഹുസ്വര സമൂഹത്തെ അപകടപ്പെടുത്തുന്നതാണ് എന്നൊക്കെ കാണേണ്ടതുണ്ടോ? വേറൊരു ഓപ്ഷൻ, ഇപ്പോൾ ഇതൊരു ഇടതുപക്ഷ സർക്കാരായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത് എങ്കിൽ ഗവർണറോട് ഇത് പറ്റൂല എന്ന് പറയാൻ പറ്റുമായിരുന്നോ? അഭിലാഷേ, ഇവിടെ വലിയ ഭൂരിപക്ഷത്തിലാണ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. പലവിധത്തിലുള്ള നാടകങ്ങൾ കഴിഞ്ഞ് ശ്രീ VD സതീശനെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ച് അതിൻ്റെ മന്ത്രിസഭ അധികാരത്തിലേറ്റ് ഇവിടെ ഡോക്ടർ ഗോപകുമാർ സൂചിപ്പിച്ചതുപോലെ 1 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു മുൻവിധിയുമില്ല. ഈ ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ ഡോക്ടർ ഗോപകുമാർ പറഞ്ഞതുപോലെ 3 മാസമോ 5 മാസമോ എത്രയാണോ ഗോപകുമാറിനെ പോലെയൊക്കെയുള്ള നിരീക്ഷകർ കാലാവധി നിശ്ചയിക്കുന്നത്, എന്നിട്ട് വിലയിരുത്തിയാൽ മതി. ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ അങ്ങനെ വിലയിരുത്തിയാൽ മതി. പക്ഷെ നമ്മുടെ മുന്നിലെ പ്രശ്നം എന്താ? ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ. അതനുസരിച്ച് നോക്കുമ്പോൾ എന്താണ് സ്ഥിതി? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയിട്ടുള്ള പ്രസ്താവന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ആദ്യത്തിലും അവസാനത്തിലും വന്ദേ മാതരം അതിന്റെ ഫുൾ ടെക്സ്റ്റിൽ പാടിയതിനെ കുറിച്ചിട്ടാണ്. ഞങ്ങളത് ഗവൺമെന്റിനെ കുറിച്ചുള്ള വിമർശനമല്ല, മറിച്ച് എങ്ങനെയാണ് ഈ വർഗീയ ആശയങ്ങൾക്ക് കീഴ്പ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ്, ഒരു വാണിംഗ് ആണ് ഞങ്ങൾ നൽകുന്നത്. ഇത് അഡ്വൈസറി എന്ന് പറഞ്ഞ ഒരു ഉപദേശക രൂപത്തിലുള്ള നിർദ്ദേശം മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെത്. വന്ദേ മാതരം എഴുതപ്പെട്ടതിന്റെ 150-ാം വാർഷികം ആചരിക്കണം. എവിടെയാണ് ഉണ്ടായത്? ബംഗാളിലാണ്, നമുക്കറിയാമല്ലോ. പക്ഷെ അവിടെ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് അധികാരമേറ്റത്. അതിന്റെ ചടങ്ങിൽ ഇതേപോലെ BJPക്കാരനായ ഗവർണർ അവിടെയുണ്ട്, BJPക്കാരനായ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള കേന്ദ്ര BJP നേതാക്കളെല്ലാം വരുന്നു.
ആ ചടങ്ങിന്റെ ആദ്യത്തിലും അവസാനത്തിലും ഈ പറഞ്ഞ പോലെ ഫുൾ ടെക്സ്റ്റിൽ പോയിട്ട് 8 ചരണം മാത്രമുള്ള വന്ദേ മാതരം പോലും ആലപിച്ചില്ല. അവിടെ ദേശീയഗാനം മാത്രമേ ആലപിച്ചുള്ളൂ. ഇത് നമ്മുടെ മുന്നിലെ ഒരു അനുഭവമല്ല. അല്ല, അപ്പൊ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലോ? കേരളത്തിൽ അത് വന്നു. തമിഴ്നാട്ടിൽ തായ്മൊഴി പാടുന്നതിന് മുമ്പ് വന്ദേ മാതരമാണ് പാടിയത്. അല്ല, അതുകൊണ്ട് അത് വിമർശനം വന്ന ഉടനെ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നല്ലോ. ഇനി ഇത് ആവർത്തിക്കില്ല. കാരണം അവിടെ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിലുണ്ടായ ഒരു ടെൻഷൻ, അതിന്റെ സാങ്കേതികത്വം, അവിടുത്തെ ഗവർണർ എടുത്തിട്ടുള്ള ഒരു വല്ലാത്ത മുട്ടാപ്പോക്ക് നയം, ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഒരു നല്ല ആശയവിനിമയം ഗവർണറോട് അവിടുത്തെ സത്യപ്രതിജ്ഞയെ സംബന്ധിച്ച് നടത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അത് ചർച്ച വന്ന ഉടനെ മുഖ്യമന്ത്രി പ്രസ്താവന ഇറക്കി വിജയ് ഇനി ഈ സംഗതി ആവർത്തിക്കപ്പെടില്ല എന്നുള്ളത്. എന്നാൽ ഇവിടെ വരുന്ന സംഗതി എന്താ? നിങ്ങൾ നോക്കൂ, ഇപ്പോ സത്യപ്രതിജ്ഞാ വേദിയിൽ മന്ത്രിമാരൊഴികെ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറും ഒഴികെ മറ്റാരും ഉണ്ടാകാൻ പാടില്ല. ഈ കീഴ്വഴക്കം പാലിക്കണം. ഗവർണർ ആർലേക്കർ വലിയ നിലയിലുള്ള കർശനമായ നിർബന്ധ ബുദ്ധി കാണിച്ചില്ലേ? പക്ഷേ മുഖ്യമന്ത്രി കർശനമായ നിലപാടെടുത്തു. പറ്റില്ല. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ വരുന്നുണ്ട്, കോൺഗ്രസിന്റെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വരുന്നുണ്ട്, സംസ്ഥാനത്ത് തന്നെ പ്രതിപക്ഷ നേതാക്കൾ വരുന്നുണ്ട്, എല്ലാവരെയും പരിഗണിക്കണം. അദ്ദേഹം കർശന നിലപാടെടുത്തപ്പോൾ ചീഫ് സെക്രട്ടറി മുഖേന ഇടപെട്ട് ഈ വാശി പിടിച്ച ഗവർണറെ കൊണ്ട് നിലപാട് തിരുത്തിച്ചിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഒരു സംഗതി എന്തുകൊണ്ട് വന്ദേ മാതരം ആലപിക്കുന്ന കാര്യത്തിൽ എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല? അല്ല, അത് കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മുഴങ്ങിയിരുന്ന ഗാനം, കോൺഗ്രസിന്റെ 1937 സമ്മേളനം ആ പാട്ട് സ്വീകരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായി 1950 അതിന്റെ 8 വരികൾ 2 സ്റ്റാൻസ സ്വീകരിച്ചതാണ്. അപ്പൊ ഇന്ത്യയുടെ ദേശീയ ഗീതം പാടരുത് എന്ന് സതീശൻ അവിടെ ചെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ ഗവർണറോട്? അല്ല, CPM-ന്റെ പ്രസ്താവനയിൽ എന്താ പറഞ്ഞത്? ഈ 8 ചരണം മാത്രമേ പാടാൻ പാടുള്ളൂ എന്നല്ലേ, 8 വരി പാടണം എന്നല്ലേ പറഞ്ഞത്? 8-ലധികം വാരികൾ പാടിയതാണ് പ്രശ്നം. ഇവിടെ താങ്കൾ സൂചിപ്പിച്ച കോൺഗ്രസിന്റെ 1937 ഒക്ടോബർ മാസത്തിൽ ചേരുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി, ആരാ വർക്കിംഗ് കമ്മിറ്റി? കണ്ട ആപ്പി യുപിയോ അല്ലല്ലോ. സാക്ഷാൽ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അബുൽ കലാം ആസാദ്, മഹാഗംഭീരന്മാർ ആ വർക്കിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുകയാണ് വന്ദേ മാതരത്തിന്റെ 8 വരി മാത്രമേ നമ്മൾ പാടേണ്ടതുള്ളൂ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ. അന്ന് ദേശീയ ഗീതം എന്നല്ല പറയുന്നത്, അന്ന് കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ പാടാനുള്ളത്. അന്ന് പാടിയിട്ടുണ്ടെന്നേ. എല്ലാ കോൺഗ്രസുകാരും പിന്നീട് കമ്മ്യൂണിസ്റ്റായി മാറിയിട്ടുള്ള EK നായനാരും EMS-ഉം എല്ലാം കോൺഗ്രസ് ആയിരിക്കുമ്പോൾ ഈ വന്ദേ മാതരം പാടിയിട്ടുള്ളതാ കോൺഗ്രസിന്റെ. ഈ 8 വരിയേ പാടിയിട്ടുള്ളൂ. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭയുടെ യോഗം, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇവരെല്ലാമാണ് ആ ഭരണഘടനാ നിർമ്മാണ സഭ. എന്താ തീരുമാനിക്കുന്നത്? 1937 കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മഹാനായ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എടുത്ത ആ പ്രമേയം അതനുസരിച്ച് വന്ദേ മാതരത്തിന്റെ 8 വരി മാത്രം ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കുന്നു. അപ്പോഴും അത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഭരണഘടനയിൽ നാഷണൽ ആന്തം മാത്രമേ ഉള്ളൂ, ദേശീയ ഗാനം മാത്രമേ ഉള്ളൂ, ദേശീയ ഗീതം ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ കോൺഗ്രസ് ആ 8 വരിയല്ലേ പാടേണ്ടത്? എന്തിനാണ് BJP-യുടെ RSS-ന്റെ തീരുമാനത്തിനനുസരിച്ച് ഫുൾ ടെക്സ്റ്റ് പാടാൻ പോകുന്നു? അപ്പൊ ഇവിടെ നിൽക്കുന്നില്ല. ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതാണ് പുതിയ AG ആരാ? അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് നിയമിക്കപ്പെട്ടയാളാരാ? അദ്ദേഹം നേരത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ. ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഗവർണർ പദവിയെ ഏറ്റവും ഹീനമായ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിച്ച ഗവർണർ അദ്ദേഹം നേരത്തെയും കോൺഗ്രസ് ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. 57 ആദ്യത്തെ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ നിർദ്ദേശം കൊടുത്ത കോൺഗ്രസ്സുകാരിയായ ഗവർണർ ഇവിടെ ഉണ്ടായിട്ടില്ലേ? പക്ഷെ ഇത്ര ഹീനമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഏറ്റവും മോശമായ നിലയിൽ ഗവർണറിന്റെ പദവിയെ, അതുപോലെ രാജ്ഭവനെ ഒരു RSS കാര്യാലയമാക്കി മാറ്റി. അന്ന് ആ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന RSS-കാരനായ ഗവർണറുടെ ലീഗൽ അഡ്വൈസറാണ്, ലീഗൽ. ഇന്നലെ ഇപ്പോ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ AG ആയിട്ട് തീരുമാനിക്കപ്പെട്ടയാൾ. ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒറ്റ കാര്യം കൂടി, വസന്ത് പറയുമ്പോൾ അല്ല, ഒരൊറ്റ പോയിന്റ് പോയിന്റിൽ അഭിലാഷേ, വസന്ത് പറയുമ്പോൾ മുമ്പത്തെ മുഖ്യമന്ത്രി ചിരിക്കാത്ത മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇതാ ജൻസി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരെ ചിരിക്കുന്നു. ഈ പ്രതീതി ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങൾ? തീർച്ചയായിട്ടും പിണറായിയുടെ ശൈലിയിലെ കണിശതയുണ്ട്. എന്നാൽ പിണറായി കുഞ്ഞുങ്ങളോട് ചിരിക്കുന്നതും അത് പിന്നെ ഏറ്റവും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതും
നൂറുകണക്കിന് അനുഭവങ്ങൾ, ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട്. ഇനി അപ്പുറത്ത് ദാഷ്ട്യം നിറഞ്ഞ ഭാഷ വി ഡി സതീശൻ ഉണ്ടായിട്ടില്ലേ? എത്ര തവണ മാധ്യമ ശരി ശരി അല്ല അതൊന്നും അവിടെ ഒരു കോർ ടോപ്പിക് അല്ലല്ലോ. മോശം ഭാഷ ഉപയോഗിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഉണ്ടായിട്ടില്ലേ? ശരി ശരി വി ഡി സതീശനെ അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന KPCC പ്രസിഡന്റ് ആയിരുന്ന K സുധാകരൻ നിങ്ങൾ വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടല്ലേ പദപ്രയോഗത്തിൽ ആലപ്പുഴയിൽ വെച്ചിട്ട് അഭിസംബോധന ചെയ്തത്? ശരി ശരി ഇതെല്ലാം ഉണ്ടായിരിക്കുമ്പോ ഈ പഴയ ആഖ്യാനം തന്നെ ഇനിയും പാടിയിട്ട് പോകണ്ട. നിങ്ങൾ പുതിയത് വന്നില്ലേ? ഓക്കെ ആവട്ടെ ശ്രീ KVS ഹരിദാസ്, ഈ വന്ദേ മാതര വിഷയം ഇത്രയും വിവാദമായതിന്റെ ഒരു കാരണം വന്ദേ മാതരം പ്രോട്ടോകോൾ അനുസരിച്ച് സത്യപ്രതിജ്ഞ വേദിയിൽ ചൊല്ലി എന്നുള്ളതുകൊണ്ടല്ല. അതിന് പിന്നാലെ BJPയോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ, സംഘപരിവാർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ അഭിനന്ദന പോസ്റ്റുകളുമായി മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു വന്ദേ മാതരം പാടുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോസ്റ്റ് ഇടുകയാണ്. അപ്പൊ ആ നിലയ്ക്കുള്ള ഒരു പോളറൈസേഷന്റെയോ അതല്ലെങ്കിൽ ഇതോ ഞങ്ങൾ നേടി എന്ന മട്ടിലോ ഒക്കെയുള്ള ശ്രമം വരുമ്പോഴാണല്ലോ അതിനകത്ത് വിവാദം വരിക. എനിക്ക് തമാശയാ തോന്നുന്നു. വന്ദേമാതരം പാർലമെന്റിൽ പാടുമ്പോൾ ഈ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കാറില്ലേ? എത്രയോ നാളായിട്ട് എഴുന്നേറ്റ് നിന്ന് അറ്റൻഷനോടുകൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ വന്ദേമാതരം നമ്മുടെ മാതാവിനെ കുറിച്ചുള്ളതാ. ഭാരത മാതാവായിട്ട് കാണുന്ന രാജ്യമാണിത്. ആ ഭാരതത്തെ മാതാവായിട്ട് കണ്ട് പൂജിക്കുന്ന ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ വികൃതമായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. പണ്ട് കാക്കിനടയിലെ AICC സമ്മേളനത്തിൽ നിന്ന് ഒരു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇറങ്ങിപ്പോയിട്ടുണ്ട് വന്ദേമാതരം ചൊല്ലി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒക്കെ ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ സമാനം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, ഇത് ഭാരതത്തിന്റെ അഭിമാനമായിട്ടുള്ള ഗീതമാണ്. നമ്മൾ ഭാരതത്തെ മാതാവായിട്ട് കാണുന്ന രാഷ്ട്രത്തെ മാതാവായിട്ട് മുഴുവൻ വരിയും പാടുമ്പോ അതേപോലെ കേൾപ്പിക്കും. ശ്രീ KVS ഹരിദാസ്, ഇതിലുള്ള ഒരു പ്രശ്നം വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 8 വരികൾ അത് ദേശീയ ഗീതമായി ഇന്ത്യ ഉപയോഗിക്കുന്ന വരികളാണ്. അതിനുശേഷമുള്ള വരികൾ എന്തോ കുഴപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്. അതിനുശേഷമുള്ള വരികൾ ദുർഗാസ്തുതികളാണ്, ദേവീസ്തുതികളാണ്. ഹിന്ദു മത വിശ്വാസികളെ സംബന്ധിച്ച് അത് ആ നിലയ്ക്ക് കാണാം. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും ജൈനന്മാരും അങ്ങനെ എല്ലാ മതവിശ്വാസികളും ഉൾക്കൊള്ളുന്ന ഒരു ബഹുസ്വരമായ സെക്കുലർ രാഷ്ട്രമാണല്ലോ. അപ്പോൾ ഒരു മതവിഭാഗത്തിന്റെ ദൈവത്തെക്കുറിച്ചുള്ള സ്തുതി അത് രാഷ്ട്രത്തിന്റെ ഗീതമായി വരുന്നത് എങ്ങനെ എന്ന പ്രശ്നമാണ് അന്ന് 1937 കോൺഗ്രസ് ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്, പിന്നീട് ഭരണഘടനാ അസംബ്ലിയിൽ വരുമ്പോൾ ഉണ്ടാവുന്നത്, ഇപ്പോഴും ഉണ്ടാവുന്നത് അത് തന്നെയാണ്. അങ്ങനെ മറ്റ് മതസ്ഥരെ കൊണ്ടൊക്കെ ഹിന്ദു മത വന്ദനം നടത്തണം, അങ്ങനെ ഒരു രാഷ്ട്രീയ പദ്ധതി ഉണ്ടോ? അല്ല, ഇത് ഭാരതാംബയെ കുറിച്ചാണ്. ഭാരതാംബയെ പല വിധത്തിൽ എന്താ പറയുക പ്രകീർത്തിക്കുക. സത്യത്തിൽ ശക്തിയാണ്, ആരാധനാമൂർത്തിയാണ്, ഒക്കെയാണ്. ആ നിലയിൽ കാണാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഇവരെക്കുറിച്ച് വേറൊന്നും പറയാനില്ല. അത് അവരവരുടെ നിലപാടായിട്ട് പോകട്ടെ. ഞങ്ങൾക്കൊരു നിലപാട് ഇക്കാര്യത്തിലുണ്ട്. അത് വന്ദേമാതരത്തിൻ്റെ ഈ വാർഷിക സമയത്ത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴും ഗവൺമെൻറ് എടുത്തിട്ട് സ്റ്റാൻഡ് അതാണ്. അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം, ഇല്ലാത്തവർ അതിൻ്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യട്ടെ. എനിക്കതേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അഭിലാഷ്, എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇവരോട് മറുപടി പറയണേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നത് തന്നെയാണ്. ഇത് രാജ്യത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ന് ആലപിക്കുന്നുണ്ട്. എല്ലാവരും അതിനകത്ത് അഭിമാനം കൊള്ളുന്നുണ്ട്. അതിൽ ദുഃഖവും വേദനയുള്ളവർ അവരുടെ പണി നോക്കട്ടെ. വേറൊന്നും എനിക്ക് പറയാനില്ല അതിനകത്ത്. പക്ഷെ എനിക്ക് ഈ മന്ത്രിസഭ പോർട്ട്ഫോളിയോസിനെ കുറിച്ച് എനിക്ക് 2-3 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കാരണം അതുകൂടി പറഞ്ഞാലേ ഈ റൗണ്ട് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തർക്കം നടക്കുന്ന പോർട്ട്ഫോളിയോസ് ഏതാണെന്ന് നമുക്കൊക്കെ അറിയാം. ഫിഷറീസാണ്, വിദ്യാഭ്യാസമാണ്, ഒക്കെ അല്ലേ? സത്യത്തിൽ ഇവിടത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കേരളം ചർച്ച ചെയ്ത പോർട്ട്ഫോളിയോസ് ഏതാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്? ഞാൻ പറയും വ്യവസായമാണ്, വിദ്യാഭ്യാസമാണ്. ഇത് രണ്ടുമാണ് കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു മേഖല. നമുക്ക് വ്യവസായ മേഖലയെക്കുറിച്ച് അറിയാം. ഏതാണ്ട് കേരളം ഇന്ന് വ്യവസായികൾക്ക് വേണ്ടാത്ത ഒരു സംസ്ഥാനമായിട്ട് മാറി. ഒരു വ്യവസായവും കേരളത്തിലേക്ക് വരുന്നില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ആർക്കും കേരളം വേണ്ട. കുറേ IT പാർക്കുകൾ ഒഴിച്ചാൽ കേരളം ഇന്ന് മരീചികയാണ് ആ രംഗത്ത്. ഈ സ്ഥിതി ഉണ്ടാക്കുന്നതിൽ കേരളത്തിലെ 2 മുന്നണികൾക്കും പങ്കുണ്ട്.
അതിൽ രണ്ട് മുന്നണികളിൽ മുസ്ലിം ലീഗിന് ഒരു വലിയ പങ്കുണ്ട്. കഴിഞ്ഞ കുറേ നാളായിട്ട് മുസ്ലിം ലീഗ് വഹിച്ചു വരുന്ന ഒരു പോർട്ട്ഫോളിയോ ആണിത്. അത് അവർ വീണ്ടും എടുത്തിരിക്കുന്നു. അതിനെക്കുറിച്ച് ഒരു മാറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മാറ്റം വരണമെന്ന് ഈ മുന്നണിയുടെ തലപ്പത്തുള്ളവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ചിന്ത അവിടെ വേണ്ടതായിരുന്നില്ലേ? അതിനുള്ള സാധ്യത കാണുന്നില്ല. അത് ഏതാണ്ട് തീരുമാനിക്കപ്പെട്ട പോലെയാണ്. മറ്റൊന്ന് വിദ്യാഭ്യാസ വകുപ്പാണ്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ ഫസൽ ഗഫൂറിനെ പോലുള്ളവർ ഇവിടെയുണ്ട്, ഗോകുമാർ സാറിനെ പോലുള്ളവരുണ്ട്. അവരൊക്കെ ഈ വിഷയത്തിൽ നിലപാടുകൾ പലപ്പോഴും വ്യക്തമാക്കണം ഞാൻ കണ്ടിട്ടുമുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ നാട് വിട്ട് പോവുക മറ്റ് സ്റ്റേറ്റുകളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ. ഇവിടെ പഠിക്കാൻ പറ്റുന്നില്ല. ഇവിടെ പഠിക്കാൻ വന്നാൽ തന്നെ അവൻ്റെ കോഴ്സ് യഥാസമയം തീർക്കാൻ പറ്റുന്നില്ല. കോഴ്സ് തീർന്നാൽ പണി കിട്ടുന്നില്ല. അപ്പോൾ പണി കിട്ടാൻ സാധ്യതയുള്ള ബാംഗ്ലൂരിലേക്കോ ഹൈദരാബാദിലേക്കോ ബോംബെയിലേക്കോ ഡൽഹിയിലേക്കോ ഒക്കെ ഇവർ വണ്ടി കയറുക. അതിനേക്കാൾ പറ്റുന്ന ഒരു വിദേശത്തേക്കും പോകുന്നു. ഈ ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയും ഇത്തവണ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം അത് ഈ മേഖലയെ ഈ നിലയിലാക്കിയ അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച മുസ്ലിം ലീഗിന് തന്നെ അത് വീണ്ടും കൊടുക്കുന്നു. ഇനി മറ്റൊരു രസകരമായ കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചിട്ട് വേണമെങ്കിൽ നിർത്താം. കൃഷി വകുപ്പിനെ കുറിച്ചാണ്. കാരണം കേരള കോൺഗ്രസിന്റെ നമുക്കറിയാം, കേരള കോൺഗ്രസിന്റെ സ്ഥിരം വാദഗതി എന്താ? ഞങ്ങൾ കർഷകരുടെ പാർട്ടിയാണ്, കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ്. അവർക്കും കൃഷി വേണ്ട, കൃഷി പോർട്ട്ഫോളിയോ ഒരാൾക്കും വേണ്ട. ആ സ്ഥിതിയിലേക്ക് അവർക്ക് വേറെ വകുപ്പ് മതി. ഇതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പരസ്യമായിട്ട് എടുക്കുന്ന നിലപാടുകളും അവർ വിഷയത്തിലേക്ക് വരുമ്പോൾ എടുക്കുന്ന സമീപനവും ഇതൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ്. ഇത് തുറന്ന് കാട്ടപ്പെടുന്ന മുഹൂർത്തങ്ങളാണിത് എന്നത് പറയാതെ വയ്യ. ഒരു കാര്യം കൂടി അഭിലാഷ, തിരക്ക് പിടിക്കല്ലേ, ഒരു കാര്യം കൂടി ഇടവേളയിലേക്ക് പോകേണ്ട സമയം. അടുത്ത റൗണ്ടിൽ നമുക്ക് ആ കാര്യം പറയാം. ഇപ്പോൾ ഇടവേള ചർച്ചയിലേക്ക് വരും. ശിവസൻ സിറിയക്ക് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് ഉയർന്ന ആദ്യത്തെ വിമർശന സ്വരം സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. CPIM-ന്റെ പ്രമേയം, അവരുടെ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന താങ്കൾ ഒരു പക്ഷേ കണ്ടു കാണും. കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തക സമിതി 1937 സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് വിഭിന്നമായ ഒരു നിലപാട് 2026 ആകുമ്പോൾ കേരളത്തിൽ ഒരു സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ചോദ്യം. വന്ദേ മാതരം ആലാപനവുമായി ബന്ധപ്പെട്ട് അല്ല നോക്കൂ, അത് കേട്ടപ്പോൾ എഴുന്നേറ്റിരുന്നവരിൽ പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കം CPM നേതാക്കൾ ഉണ്ടായിരുന്നു എന്നത് കൂടി ചേർത്ത് വായിക്കും. അവരാരും 8 സ്റ്റാൻഡ്സ് കഴിഞ്ഞപ്പോൾ ഇന്നാ ഞങ്ങൾ ഇരുന്നേക്കാം അല്ലെങ്കിൽ ഇനി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ചെവി ഒത്തിയിട്ടൊന്നുമില്ല. അപ്പൊ നോക്കൂ, വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്ക് എല്ലാവർക്കും പലപ്പോഴായിട്ടുണ്ട്. അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ 8 വരികൾക്കപ്പുറത്തുള്ളത് ദുർഗാസ്തുതിയാണെന്നും അങ്ങനെയല്ല, ദുർഗാദേവിക്ക് അപ്പുറത്ത് അതിനെ ഭാരതമായി തന്നെ കണ്ടുകൊണ്ടാണ് അത്തരത്തിലൊരു സ്തുതിയിലേക്ക് പോകുന്നത് എന്ന വാദഗതികളൊക്കെ കോൺഗ്രസിനുള്ളിലുമുണ്ട് വെളിയിലുമുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ലോക്ഭവനാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. CM ഓഫീസ് അത് പൂർണ്ണമായും 8 സ്റ്റാൻഡ്സിക്ക് അപ്പുറത്തും പൂർണ്ണമായാണ് അത് പാടുന്നത് എന്ന് അറിഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. സ്വാഭാവികമായും ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു സെക്യുലർ നേഷനാണ്. ദുർഗാസ്തുതി പാടുന്നതിലൊന്നും നമുക്ക് ആർക്കും പ്രശ്നമില്ല. പക്ഷെ അതൊരു ഒഫീഷ്യൽ ചടങ്ങിൽ ഹിന്ദുവിന്റെയും ക്രിസ്ത്യന്റെയും മുസൽമാന്റെ ഒക്കെ അപ്പുറത്ത് മനുഷ്യനായിട്ടുള്ള കേരളീയന്റെ ഒഫീഷ്യൽ ചടങ്ങിൽ ദുർഗാസ്തുതിയായി കണ്ടത് പാടുന്നത് ശരിയാണോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. 1-2 കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാം. ഒന്ന്, ശ്രീ VPP മുസ്തഫ പറഞ്ഞ കാര്യമാണ്. ഒരുപാട് നാടകങ്ങൾക്കപ്പുറത്ത് കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയെന്ന്. എന്നാൽ അപ്പുറത്ത് നടന്നത് രാജാപ്പാട്ടാണ്. രാജാവ് വന്നു, എന്നിട്ട് രാജാവ് പറഞ്ഞു ഞാൻ തന്നെ അങ്ങ് പ്രതിപക്ഷ നേതാവ് ആയേക്കാം, നിങ്ങൾക്ക് ആർക്കും എതിർപ്പില്ലല്ലോ. എതിർപ്പുള്ളവർ പറഞ്ഞാൽ മതി. പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ അധികം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇനോവകൾ സെറ്റ് ചെയ്യാൻ ചെറിയ താമസമുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരായി പറയണം, എന്നാലേ ഇനോവകൾ നമുക്ക് റെഡിയാക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ ശരി, എന്നാൽ പിന്നെ രാജാവ് തന്നെ എങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്ത പരിപാടിയാണ് അവിടെ നടന്നത്. അതിവിടെ നടക്കില്ല. VPP അത് അങ്ങേക്കും അറിയാം, അഭിലാഷിനും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചപ്പോൾ മാത്രമല്ല, പ്രതിപക്ഷ നേതാക്കളെ KPCC അധ്യക്ഷന്മാരെ ഒക്കെ തീരുമാനിച്ചപ്പോൾ എല്ലാ കാലത്തും 2 ഓപ്ഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചർച്ച ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ തെരുവിലേക്ക് നീണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു തീരുമാനത്തിലെത്തുക. ആ തീരുമാനത്തിലെത്തിയതിനു ശേഷം കോൺഗ്രസ് പാർട്ടി ഇലയനക്കം പോലും ഇല്ലാതെ ആ മുഖ്യമന്ത്രിക്കും ആ ക്യാബിനറ്റിനും ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരം, അത് എനിക്ക് തോന്നുന്നു ഫസൽ ഗഫൂർ ആണ് പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരേറ്റെടുക്കുന്നു? മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നോ? മുസ്ലിമുകൾ വരുന്നോ? ക്രിസ്ത്യാനികൾ വരുന്നോ? അതിലൊന്നും അല്ല കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കി. ആർക്കാ കൊടുത്തത്? ഡോക്ടർ ആർ ബിന്ദു.
ആ ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഡോക്ടറേറ്റ് ഇംഗ്ലീഷിലാണ്. അഭിലാഷിനെ അറിയാലോ. ആ ആർ ബിന്ദുവാണ് മുറി ഇംഗ്ലീഷ് പറഞ്ഞ് രാജ്യമാകെ കാണുന്ന നാഷണൽ ടെലിവിഷന്റെ മുമ്പിൽ പോയിരുന്ന് നാണം കെട്ടത്. ഏത് ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് ഉണ്ട്. അല്ല, അത് മുറി ഇംഗ്ലീഷ് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് എന്തായാലും സംശയമുണ്ട്. ആർ ബിന്ദു ഇംഗ്ലീഷിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന നേതാവാണ്. അങ്ങനെ നമ്മൾ ഓരോ രാഷ്ട്രീയ നേതാവിന്റെയും സംഭാഷണം എടുത്ത് നോക്കിയാൽ ഏറ്റവും ഒടുവിൽ വി ഡി സതീശൻ ഏതോ ചാനലുമായി സംസാരിച്ചത് ഇടതുപക്ഷ പ്രൊഫൈലുകൾ ആകർഷിക്കുന്നുണ്ട്. എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. വി ഡി സതീശൻ ക്ലാരിറ്റിയോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കുന്ന നേതാവാണെന്നാണ് എന്റെ അഭിപ്രായം. ആർ ബിന്ദുവിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കപ്പുറത്ത് നയപരമായ കാര്യങ്ങൾ എന്ത്, നടപടികൾ എന്ത് എന്നുള്ളതിലേക്കല്ലേ വരേണ്ടത്. യെസ്, അത് തന്നെയാണെന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് പൂർത്തിയാവും. ഞാൻ പറഞ്ഞത് വെൻ ഐ ഗോ ഔട്ട് ഹോം ഇൻ മൈ ഹെഡ് എന്ന് പറയുന്നത് മുറി ഇംഗ്ലീഷ് അല്ല എന്നൊരു അഭിപ്രായം ഏതായാലും എനിക്കില്ല, കാണുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്തു ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് അത് കേപ്പബിൾ ആയിട്ടുള്ള കരങ്ങളിലാണോ എത്തുന്നത് എന്നുള്ളതാണ് വിഷയം എന്നാണ് ഞാൻ കാണുന്നത്. എന്ന് തന്നെ ആയിരിക്കും കേരളത്തിലെ പൊതുസമൂഹം കാണുക. അതിൽ നാമധാരി മുസ്ലിം നാമധാരിയാണോ, ക്രിസ്ത്യൻ നാമധാരിയാണോ, അല്ലെങ്കിൽ ഹിന്ദു നാമധാരിയാണോ, അതിൽ തന്നെ ഫ്രാക്ഷനുകളാണോ എന്നതിലൊന്നും കാര്യമില്ല. ഈ സംവിധാനം കൃത്യമായി കൊണ്ടുപോകാൻ പറ്റുന്ന കേപ്പബിൾ ആയ ഒരു മന്ത്രി, അതിന് എലിജിബിൾ ആയ, അതിന് എന്താ പറയുന്നത്, ഒരു ഊർജമുള്ള ഒരു മന്ത്രി, ആ മന്ത്രിയാണ് നമ്മൾ നിയമിച്ചിരിക്കുന്നത്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടി, 10 സെക്കൻഡ്. അങ്ങ് പറഞ്ഞതുപോലെ ഇത് UDF ആണല്ലോ. UDF എല്ലാ കാലത്തും ഈ പറയുന്ന കമ്മ്യൂണൽ ഫ്രാക്ഷനുകളെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഇൻക്ലൂസീവ് ആയിട്ടാണ് ഈ മുന്നണി സംവിധാനം എല്ലാ കാലത്തും പോയിരിക്കുന്നത്. അപ്പൊ അവർ ഈ സോഷ്യൽ സെക്ടറുകൾക്ക്, അവരുടെ സോഷ്യൽ ഫാക്ടറികൾക്ക് അവരുടെ അഭിപ്രായം മുമ്പോട്ട് വെക്കാനുള്ള എല്ലാ അവകാശവും ഈ സംവിധാനത്തിനുള്ളിൽ ഉണ്ട്. അത് ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തിയാൽ പിന്നീട് ആ തീരുമാനവുമായി മുമ്പോട്ട് പോവുകയാണ് ഐക്യജനാധിപത്യ മുന്നണി എല്ലാ കാലത്തും സ്വീകരിച്ചിരിക്കുന്നത്. അത് മുന്നോട്ടും സ്വീകരിക്കും. ഒരു 10 സെക്കൻഡ് കൂടി. കിൻഫ്രയും ഇൻഫോ പാർക്കും ഒക്കെ ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ഉണ്ടായിരുന്നപ്പോൾ, വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടായത് എന്നതുകൂടി മനസ്സിലാക്കുന്നതാണ്. ശരി, ശ്രീ ഫസൽ ഗഫൂർ, തുടക്കത്തിലെ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വർത്തമാനങ്ങൾ ഇതൊന്നും വലിയ കാര്യമാണെന്നോ ഒരു സർക്കാരിനെ ജഡ്ജ് ചെയ്യാൻ പര്യാപ്തമായ വിഷയങ്ങളാണെന്നോ ഒന്നുമല്ല. മറിച്ച് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന വർത്തമാനങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് വരുന്ന വടംവലി എന്ന് പറയുന്നത് സാമുദായികം കൂടിയാവുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഓപ്പൺ ആയിട്ടാണല്ലോ ഈ വിവിധ ഫാക്ഷൻസ് അവരുടെ അഭിപ്രായം രേഖപ്പെടുന്നത്. അതൊന്ന്. രണ്ടാമത്തേത് വന്ദേ മാതര വിവാദം വന്നു. വന്ദേ മാതര വിവാദത്തിൽ മുഹമ്മദ് റിയാസാണ് ആദ്യം പോസ്റ്റ് ഇട്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പ്രസ്താവന ഇറക്കുന്നത് കണ്ടു. ആ തരത്തിലുള്ള ഒരു വിവാദം. അതിൽ പക്ഷേ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള മൗലികമായ പ്രശ്നം അവിടെ നിൽക്കുന്നുമുണ്ട്. മറ്റൊരു വിവാദം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. മുസ്ലിം ലീഗ് മന്ത്രിമാർ സാധാരണ നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പോലെ അല്ല ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തത് എന്നതടക്കം. അപ്പോൾ ഫ്രം ഡേ വൺ ഏതെങ്കിലുമൊക്കെ കമ്മ്യൂണൽ ആംഗിളിലേക്ക് കാര്യങ്ങൾ പോവുക എന്ന ആശാസ്യമല്ലാത്ത കാര്യം കൂടി സംഭവിക്കുന്നുണ്ടോ? അല്ല, ഞാൻ അതിലോട്ട് കറക്കാം. ആദ്യം വന്ദേ മാതരത്തെ പറ്റിയിട്ട്. അപ്പോൾ ആദ്യത്തെ പ്രശ്നം പറഞ്ഞില്ല, ഞാനും ആ സ്റ്റേജിലുണ്ടായിരുന്നു. അവിടെ ആർക്കും ഒന്നും കേൾക്കാൻ പറ്റിയിരുന്നില്ല. എന്തായി പറയണം, അത്രയും ബഹളവും ഒച്ചയും ശബ്ദവും അത് നടക്കുകയാണ് അവിടെ. എല്ലാവരും അങ്ങോട്ടും ഉന്തും തള്ളുമൊക്കെ ആയിട്ട് അത് ആവേശം കൊണ്ടുണ്ടായതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ആൾക്കാരെയൊക്കെ വിളിച്ച് സ്റ്റേജ് മേലൊക്കെ വരുന്നു, ഭാര്യ ഭർത്താക്കന്മാർ വരുന്നു, ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ദുർഗയെ പറ്റിയിട്ടൊക്കെ പറയണ്ടോ ഇല്ലേ എന്നുള്ളത്. കാരണം അതിൻ്റെ വിവാദപരമായിട്ടുള്ള ഭാഗം എനിക്ക് നല്ലോണം അറിയുന്നതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒന്നും നമ്മൾ മനസ്സിലാവുന്നില്ല. പക്ഷെ അത് നീണ്ടു പോയപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഫുള്ളായിട്ടാണ് വായിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, അത് വായിച്ച് മൂന്നാമത്തെ സ്റ്റാൻസ് എത്തുമ്പോൾ ഞാൻ കാണുന്നുണ്ട് സതീശനും രാഹുൽ ഗാന്ധി അങ്ങോട്ടും കൂടെ നോക്കുന്നുണ്ട്. അതായത് അവർ നോക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. ആ നോക്കിക്കൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ട് വായിച്ചു കൊണ്ടുണ്ട്. പക്ഷേ ആ സമയത്ത് വിജയുടെ കാര്യം പറഞ്ഞ മാതിരി തന്നെ, അവിടെ തമിഴ് താഴിയെ പറ്റിയിട്ട് പറഞ്ഞ മാതിരി തന്നെ, ആ സമയത്ത് ആർക്കും ഇടപെടാൻ പറ്റൂല. എല്ലാവരും നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഗോവിന്ദൻ മാസ്റ്ററും ഞാനും പിണറായി വിജയനും എല്ലാവരും എഴുന്നേറ്റൊക്കെ ഉണ്ടെന്നേ. അപ്പോൾ അതൊരു വിവാദം. പിന്നെ വേറെ ആ വിവാദത്തിനൊരു ബാക്ക്ഗ്രൗണ്ട് വേറെ കൂടെ ഉണ്ട്. അത് മാത്രമല്ല, ഇത് ആനന്ദമഠം എന്നുള്ള ബങ്കിം ചാതുർജിയുടെ നോവലിൽ നിന്ന്, ചത്തോപാധ്യായയുടെ നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് മുസ്ലിം വിരുദ്ധമായ ഒരു നോവലാണ് എന്നുള്ളതാണ് അതിലെ പ്രശ്നം കിടക്കുന്നത്. കുറേ ആനന്ദമാർഗ്ഗം തോന്നുന്നു സന്യാസികളും ഇവരായിട്ട് പോരാടുന്നതായിട്ടൊക്കെയാണ് മുസ്ലിമുകളായിട്ടൊക്കെ ഉള്ളത്. അതാണ് വിവാഹം. അതിപ്പോൾ എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. അപ്പോൾ അതും കൂടെ അവിടെ ഒരു വിഷയമായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞ മാതിരി അവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മൾ അന്വേഷിക്കണം. അതായത് ഇയാൾ പറഞ്ഞല്ലോ VD സതീശൻ മേനോൻ എന്ന് കൂടി ചേർത്തു. വേറെ കുഞ്ഞാലിക്കുട്ടി, PK കുഞ്ഞാലിക്കുട്ടി, പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി, PK കുഞ്ഞാലിക്കുട്ടി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതൊക്കെ വളരെ 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 ചീപ്പായിട്ടുള്ള വർത്തമാനം, ചീപ്പായിട്ടുള്ള ഡിസ്കഷനുകളാണ്.
കാരണം അതായത് ഇതിൽ പറഞ്ഞ മാതിരി അള്ളാഹുവിൻ്റെ പേരിൽ എടുത്തില്ല. ഞങ്ങളുടെ MESൻ്റെ ഒക്കെ മറ്റേ തുടക്കത്തിലുള്ള പ്രാർത്ഥന മലയാളത്തിലാണെന്നേ. അത് സർവശക്തനായിട്ടുള്ള ഈ ദൈവം എന്നാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണ്, ശംസുദ്ദീനൊക്കെ ദൈവത്തിൻ്റെ നാമത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്നൊരു വിവാദമേ ആക്കേണ്ട ആവശ്യമില്ല. പിടിയിട്ടില്ലേ? വേറെ ചില ആൾക്കാർ പറഞ്ഞു അപ്പോൾ തൊപ്പിയൊന്നും ഇടുന്ന കാണില്ലല്ലോ. എല്ലാവരും തൊപ്പിയൊന്നും ഇടാറില്ല, മനസ്സിലായില്ലേ? സമാധാനം ഇടാറുണ്ട്, ബാക്കിയുള്ളവരൊന്നും ഇടാറില്ല. ഞാനിപ്പോൾ തൊപ്പിയിട്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, മനസ്സിലായി? അപ്പോൾ അതല്ല. അപ്പോൾ അത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള തരത്തിലുള്ള ചർച്ചകൾ ഇവർക്ക് ഇവിടെ അപ്രസക്തമായിട്ടുള്ള ചർച്ചകളാണ് എന്നുള്ളതാണ്. പിന്നെ മറ്റേ നമ്മുടെ ഹരിദാസ് പറഞ്ഞതിലൊരു ചെറിയ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ആരൊക്കെ മന്ത്രിമാരായിരുന്നു, ഇത് മുസ്ലിമോട് മാത്രമല്ല മന്ത്രിമാരായിരുന്നു, മുസ്ലിം ലീഗ് മാത്രമാണ് വ്യവസായത്തിന് കാരണം എന്ന് പറയില്ല. ആര് മന്ത്രിയായാലും, ഇനി ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഭരിച്ചാലും ഇവിടുത്തെ വ്യവസായത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ, മനസ്സിലായില്ലേ? ഇവിടെ ഇൻഡസ്ട്രീസിൻ്റെ കാര്യം ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. കാരണം ഇതൊരു ഇൻഡസ്ട്രി ഫേമസ്, പെട്ടെന്ന് പറഞ്ഞ് നിർത്തളയാ, അതായത് ഇത് ഇൻഡസ്ട്രി ഫേവറേറ്റ് ഇത് നടത്താൻ ഇതായിട്ടുള്ള ഒരു നാടല്ല. കാരണം ഇതിൽ കുറേ ഫോറസ്റ്റും കുറേ വയലും കുറേ എൻവറോൺമെൻറ്റ് പ്രശ്നങ്ങളും കുറേ കടലിൻ്റെ CRZ പ്രശ്നവും മറ്റുള്ള 100,000 പ്രശ്നങ്ങളുണ്ട്. IT മേരത്ത് നമുക്ക് നടത്താം. അതുകൊണ്ടാണല്ലോ IT ടെക്നോ പാർക്ക് തിരുവനന്തപുരത്തും കോഴിക്കോടൊക്കെ നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പറയണം, അല്ല ഇത് ഇവിടെ നടത്താൻ പറ്റൂല, അത് അവരെ നടത്തിയപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന നടത്തിപ്പൊക്കെ ഞാൻ പറയട്ടെ, പുറത്തിരുന്ന് പറഞ്ഞാൽ ഭരണമൊക്കെ ഒരേ മാതിരി തന്നെയാണ്, ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. കാരണം ഇതിൽ പലപ്പോഴും കോയിലീഷൻ ഗവൺമെൻറ്റുകൾ EMS തൊട്ടിട്ട് കോയിലീഷൻ ഗവൺമെൻറ്റാണ്. 1967 ഐക്യജനാധിപത്യ മുന്നണിയായാലും ഇടതുപക്ഷ മുന്നണി 67 മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, പിന്നെ 1990 നയനാർ മിനിസ്ട്രിയിൽ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് കുറ്റമില്ല. മുസ്ലിം ലീഗ് കൂടെ ഉള്ളപ്പോൾ കുറ്റമുണ്ട്, മുസ്ലിം ലീഗ് ഇല്ലാത്തപ്പോൾ കുറ്റമില്ല. അത്തരത്തിലുള്ള ഭാഷകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. നമ്മൾ കാണട്ടെ, ഇനി ഭരിച്ചു വരുമ്പോഴത്തേനും ഏത് തരത്തിലോട്ട് നീങ്ങുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ശരി, അതിൽ ഡോക്ടർ ഗോപകുമാർ, ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വകുപ്പ് വിഭജനം അതിപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് പൂർണ്ണമാവും, വിജ്ഞാപനം ഇറങ്ങും. മറ്റീ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സംഗതികളും 2-3 ദിവസം കൊണ്ട് കഴിയും. പക്ഷെ അവിടുത്തെ ലാർജർ ക്വസ്റ്റ്യൻ സർക്കാരിന് ഏത് നിലയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണല്ലോ. മാറ്റത്തിന് വേണ്ടി ഉള്ള വോട്ടാണ്. അപ്പോൾ ആ മാറ്റം എന്ന് പറയുന്നത് ചിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് പറയാൻ കഴിയില്ല. അതിനപ്പുറത്ത് എന്ത് ജനങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നു? വാഗ്ദാനങ്ങളുണ്ട്. മുഖ്യമന്ത്രി തന്നെയാണ് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അത് കേരളത്തെ സംബന്ധിച്ച് അധികം സംഭവിക്കാത്ത കാര്യവുമാണ്, ഒരു അപൂർവമായ കാര്യമാണ്. വലിയ വലിയ ഉത്തരവാദിത്വത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ സർക്കാർ പറഞ്ഞ വാക്കുകൾ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ളതിലായിരിക്കില്ലേ ഈ സർക്കാർ ജഡ്ജ് ചെയ്യപ്പെടുക? നിശ്ചയമായിട്ടും ഹരിദാസ് ശ്രമിക്കണം. അഭിലാഷ് ഇതുവരെ പറഞ്ഞ ചർച്ചയിൽ കൊണ്ടുവന്ന ഇഷ്യൂസിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. പുതിയ ഗവൺമെൻറ് വരുമ്പോഴും പഴയതിൻ്റെ തുടർച്ചയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും തീർച്ചയായിട്ടും നയപരമായ വ്യത്യാസങ്ങൾ എല്ലാ മേഖലയിലും കാണും. ഇത്തവണ അത് കുറച്ചുകൂടി പ്രകടമാണ്. കാരണം 1 കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, 2 ഇവിടെ നമ്മൾ വിവാദങ്ങളുണ്ടെങ്കിൽ പോലും കേരളം പരമ്പരാഗതമായി സംഭാവന ചെയ്തു എന്ന് പറയുന്ന ആരോഗ്യ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഇപ്പോഴെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ ചോദ്യം. 4 തീർച്ചയായിട്ടും അഴിമതിക്കെതിരെ എടുക്കുന്ന നടപടികൾ നിയമവാഴ്ച എങ്ങനെ നിലനിർത്തുന്നു എന്നുള്ള കാര്യം. 5 തൊഴിലില്ലായ്മ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം 30% തൊഴിലില്ലായ്മ ഉള്ളൊരു സംസ്ഥാനത്ത് കുട്ടികളെല്ലാം ഹയർ എഡ്യൂക്കേഷന് +2 കഴിയുമ്പോൾ തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കുന്ന വിവാദങ്ങളും തൊഴിലവസരങ്ങൾ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യവും ഇതിനെക്കുറിച്ച് ധവളപത്രം എന്ന് സൂചിപ്പിച്ച് അതിൻ്റെ ധവളപത്രം നടത്താനായിട്ടൊരു എക്സ്പേർട്ട് കമ്മിറ്റിയെ ഉണ്ടാക്കുകയും അതിന് നടപടികൾ എടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഇതെല്ലാത്തിനെയും ചുറ്റിപ്പറ്റിയിരിക്കും. കാരണം നമുക്ക് വ്യക്തമായിട്ടറിയാം, കേരളത്തിനകത്ത് ഭീമമായ കടമുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് അത് വളരെ പ്രകടമായിരുന്നു. ഒടുവിൽ അവസാനത്തെ ഒരു വർഷത്തിനിടയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ആശുപത്രിയിൽ മരുന്നില്ല, വേണ്ടപ്പെട്ട ഡോക്ടർമാരില്ല, അതോടൊപ്പം ഉപകരണങ്ങളില്ല, രോഗികളുടെ അടുത്ത് തന്നെ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്നു. അപ്പോൾ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, തൊഴിലില്ലായ്മ, കടുത്ത അഴിമതി, സാമ്പത്തിക പോരായ്മ, ഇവയെല്ലാ ഫാക്ടേഴ്സും ഒക്കെ ചേർന്നതാണ് ഈ ഭരണവിരുദ്ധ വികാരമായിട്ട് കൊടുമ്പിരിക്കൊണ്ട് 102 സീറ്റിലേക്ക് എത്തിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അതൊരു അവസരമാക്കി മാറ്റി നേരാവണ്ണം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം നാട്ടുകാർക്കും ഉണ്ടാകും.
അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാൻ പോകുന്നതും ചർച്ച ചെയ്യാൻ പോകുന്നതും. ഓരോ നടപടിക്കും അതിൻ്റേതായ പ്രാധാന്യം വരും. വകുപ്പ് വിഭജനമൊക്കെ അങ്ങ് നടന്നു പോകും. അതിനപ്പുറം ഈ പ്രവർത്തനം, കാരണം കേരളം വല്ലാത്തൊരു സാഹചര്യത്തിൽ ഓരോ ഘടകമെടുത്താൽ, ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച 5 കാര്യങ്ങൾ എടുത്താൽ അത് ഓരോ ഘടകത്തിലും അതിൻ്റേതായ പ്രശ്നങ്ങളും വെല്ലുവിളിയുമുണ്ട്. ഇനി താമസിയാതെ പശ്ചിമേഷ്യയിലുള്ള പ്രശ്നങ്ങൾ, കൂടുതൽ വരുമാനം നമുക്ക് അവിടെ നിന്ന് കിട്ടാതെ വരികയും ചെയ്യണമെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എത്ര ഞെരുക്കമാകുമെന്നും പിന്നീട് അങ്ങോട്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള വലിയ വെല്ലുവിളി. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയും ഉത്തരവാദിത്വങ്ങളും വളരെയേറെയുണ്ട്. അതെങ്ങനെ നടപടിയെടുക്കും? കാരണം ഇനി ഭൂരിപക്ഷത്തിൻ്റെ കുഴപ്പമില്ല, വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്, ഭരിക്കാനുള്ള നടപടിയുണ്ട്, ലീഡർഷിപ്പുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും? അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ അടിസ്ഥാന വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നെ ക്ഷേമ പദ്ധതികൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട ഗ്രാൻറ്റ്, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ, പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് നൽകുന്ന ചില കൊലാബറേറ്റീവ് പ്രോഗ്രാംസ്, അത് ചിലതൊക്കെ കഴിഞ്ഞ തവണ വളരെ വിവാദത്തിലെത്തിയ PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ ഏത് അപ്രോച്ചാണ് എടുക്കുന്നത്? ഒരു നിഷേധാത്മക അപ്രോച്ചാണോ അതോ സഹകരണാത്മകമായ ഒരു അപ്രോച്ചാണോ? അപ്പോൾ ഫെഡറൽ ബന്ധങ്ങൾ ഇവിടെ പ്രധാനമാണ്. അപ്പോൾ താങ്കൾ ചോദിച്ചതിൻ്റെ വലിയ പ്രാധാന്യം നമ്മളിനി കാണാൻ പോകുന്ന 5 വർഷങ്ങൾ ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ തുടക്കം ഈ വരും മാസങ്ങളിൽ എങ്ങനെയെന്നുള്ളതാണ് പൊതുസമൂഹം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ശരി, അതിൽ ശ്രീ VPP മുസ്തഫ, CPM പ്രതിപക്ഷം എവിടെയാണ് നിൽക്കുക? ഈ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ വരുമ്പോൾ അത് പെരുപ്പിക്കുക, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഉന്നയിക്കുക എന്നുള്ളതാണോ? സർക്കാർ പറഞ്ഞ കാര്യം പാലിക്കുന്നുണ്ടോ? അവർക്ക് ഡെലിവർ ചെയ്യാൻ കഴിയുന്നുണ്ടോ? എത്രമാത്രം പെർഫോമൻസ് നന്നാവുന്നുണ്ട് എന്നതിലാണ്. ഹലോ ഹലോ കേൾക്കാം. കേൾക്കുന്നില്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. അഭിലാഷേ, കേൾക്കാമല്ലോ? കേൾക്കാം, പറഞ്ഞോളൂ. അതെ, ഞങ്ങള് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി വിജയൻ വളരെ കൃത്യമായിട്ട് തന്നെ പ്രസ്താവിച്ചു കഴിഞ്ഞു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നു. ഇന്ന് സഖാവ് സ്വരാജ് ഉൾപ്പെടെയുള്ള CPIM-ന്റെ സംസ്ഥാന നേതാക്കൾ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കി. ഞങ്ങളൊരു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും. അത് ഞങ്ങൾ വെറുതെ നേരത്തെ മുൻകാലത്ത് LDF ഭരിച്ചപ്പോ പ്രതിപക്ഷം പറഞ്ഞതുപോലെ അങ്ങനെ വാക്കുപയോഗിക്കുകയും എന്നിട്ട് ഏറ്റവും നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷത്തെ പോലെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് 2021 കോവിഡിന്റെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യമായിരുന്നു. അന്ന് LDF-ന്റെ തുടർ വിജയം വന്നപ്പോ ആ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച UDF-നെ പോലെയുള്ള സങ്കുചിതമായ നിലപാട് സ്വീകരിക്കാതെ ഞങ്ങൾ ഇന്നത്തെ തന്നെ, ഞങ്ങൾക്ക് വലിയ തോൽവി ഉണ്ടായ ഒന്നാണ്, ഞങ്ങളെ തോൽപ്പിച്ചത് UDF ആണ്. പക്ഷെ എന്നിട്ട് പോലും അതിന്റെ ചടങ്ങിൽ ഏറ്റവും കൃത്യമായി CPIM-ന്റെയും CPI-യുടെയും LDF-ന്റെ നേതാക്കളാകെ RJD-യുടെ ശ്രേയാംസ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പങ്കെടുത്തിട്ടുള്ളത്. ഞങ്ങൾ ആ നിലപാട് തന്നെയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ കാരണം ഈ പദ്ധതികളെല്ലാം കേരളത്തിൽ നടക്കണം. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന പഴയ തോന്നൽ മാറണം. അത് വെച്ചുകൊണ്ടാണ് ഹരിദാസൊക്കെ പറഞ്ഞത് കേരളത്തിൽ ഒരു വികസനവും വ്യവസായവും വരുന്നില്ല. എന്നാൽ ഒരുപാട് IT മേഖലയിൽ മാത്രമൊന്നുമല്ല, നിരവധി വ്യവസായങ്ങളിൽ രാജ്യത്തും ഇന്റർനാഷണലിലും നമ്മളിപ്പോ 1ാം സ്ഥാനത്തുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കേന്ദ്ര സർക്കാർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കാര്യങ്ങൾ ഞങ്ങൾ ആ നിലപാടിലാണ് സ്വീകരിക്കുന്നത്. ആ നിലയിൽ തന്നെ ഞങ്ങൾ പോവുകയും ചെയ്യുള്ളൂ. പക്ഷെ എന്താണ് നമ്മുടെ മുന്നിലുള്ള സംഗതി? ഈ അധികാരം, ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ അധികാരം ലഭിച്ചിട്ട് പഴയ രീതിയും ശൈലിയും ഒന്നും കോൺഗ്രസ് ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമല്ലേ? ലീഗ് പോലും മാറി. അവിടെയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അതെന്താ? 1967 EMS-ന്റെ ഗവൺമെന്റിലാണ്, CPM-ന്റെ മുന്നണിയിലാണ് കേരളത്തിൽ മുസ്ലിം ലീഗിന് ആദ്യമായിട്ട് മന്ത്രിസ്ഥാനം കിട്ടുന്നത്. CH മുഹമ്മദ് കോയയും ചാക്കിരി അഹമ്മദ് കുട്ടിയും ഉൾപ്പെടെയുള്ളവർ. അന്ന് അവര് തൊപ്പിയിട്ട് അള്ളാഹുവിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 2011 ഇതിനു മുമ്പ് ഏറ്റവും ഒടുവിൽ ലീഗിന് അധികാരം കിട്ടിയത്. ഡോക്ടർ ഫസൽ ഗഫൂർ അന്നത്തെ ഫോട്ടോഗ്രാഫുകൾ നോക്കിയാൽ മതി. അന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യം 4 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 2015 മഞ്ഞളാംകുഴി അലി 5ാം മന്ത്രിയായിട്ട് വരുന്നത്. അവരെല്ലാം
തൊപ്പിയിട്ടിട്ട് അള്ളാഹുവിന്റെ നാമത്തിലാണ് അന്നും സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പൊ 67 മുതൽ 2011 വരെയുള്ള അനുഭവം അതാണ്. പക്ഷെ ഇന്നലെ മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രിയും തൊപ്പിയിടാൻ തയ്യാറായില്ല. അള്ളാഹു എന്ന് പറയുന്നതിന് പകരം ദൈവനാമം എന്ന് പറഞ്ഞു. ഇത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കാരണം എന്താ, അതിന്റെ ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് അതിനെതിരെ ലീഗിന്റെ വലിയ നിലയിലുള്ള വിമർശനം നേരിട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ, ഫസൽ ഗഫൂറെ. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ലീഗുകാർ പറഞ്ഞത് ഈ മുസ്തഫ നിരീശ്വരവാദിയാണ്, പള്ളി പോകാറില്ല, ഇവൻ ഉമ്മ എന്ന് പറയാറില്ല, അമ്മ എന്നാണ് പറയാറുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിന്റെ ചർച്ചയിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം അഭിലാഷ് ഇതുപോലെ ചർച്ചയിൽ പങ്കെടുത്ത് ഈ വിഷയം പറയുമ്പോൾ എന്റെ അമ്മ എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ അതെടുത്തിട്ട് ലീഗിന്റെ കുറച്ച് ആളുകൾ കണ്ടില്ലേ ഇവൻ ഉമ്മ എന്ന് പറയുന്നില്ല എന്ന് പോലും പറഞ്ഞവർ മുനാഫിക് എന്ന് ആക്ഷേപിക്കുക. കാസർകോട്ടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അങ്ങനെയാണ് ആക്ഷേപിച്ചത്. നിസ്കരിക്കുന്നയാളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയുക, നോമ്പ് നോക്കുന്നയാളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പ്രസംഗിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് പിടിച്ച ലീഗിന്റെ നേതാക്കൾ എന്നാൽ ഒരു പൊതു ഇടത്തിൽ മതപരമായ ചിഹ്നങ്ങൾ ഒഴിവാക്കി പൊതുഭാഷ ഉപയോഗിക്കാൻ, മാനക ഭാഷ ഉപയോഗിക്കാൻ തയ്യാറായി. ഇതുവരെയുള്ള അവരുടെ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി. അത് സ്വാഗതാർഹമായ കാര്യമായിട്ട് തന്നെ കാണണം. നമ്മൾ അങ്ങനെയുള്ള നിലപാടുകളെയും നടപടികളെയും പ്രോത്സാഹിപ്പിക്കണം. ലീഗ് അങ്ങനെ വരട്ടെ. അങ്ങനെ ഒരു അല്ല, ഞാൻ അതിന്റെ കൂടെ ഒരു തിരുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അതായത് അഹമ്മദ് കുരുക്കളായിരുന്നു മന്ത്രി EMS-ൽ CH-ന്റെ കൂടെ. അതായത് അഹമ്മദ് കുരുക്കൾ മരിച്ചതിന് ശേഷമാണ് അതിൽ മാറ്റം വരുന്നത്. അപ്പൊ അതൊന്ന് തിരുത്തണം മുസ്തഫ, അത് പറയാൻ വേണ്ടിയിട്ടാ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇവിടെ തൊപ്പിയിടുന്നില്ലല്ലോ. അപ്പൊ തൊപ്പിയിടുന്ന മുസ്ലിം ഉണ്ട്, തൊപ്പിയിടാത്ത മുസ്ലിം ഉണ്ട്. തൊപ്പിയിടാത്ത മുസ്ലിമാണ് കൂടുതൽ, അത് മനസ്സിലാക്കുക. തൊപ്പിയിടാത്തവരുണ്ടോ കൂടുതൽ? റോട്ടിൽ നോക്കിയാൽ മതി. ഞാൻ പറയാം ഞാൻ തൊപ്പിയിടുന്നയോ ഇടാത്തയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇതുവരെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവര് സാധാരണ പൊതുജീവിതത്തിൽ തൊപ്പിയിടാറില്ലേ? കുഞ്ഞാലിക്കുട്ടിയൊന്നും അങ്ങനെ നിത്യവും തൊപ്പിയിടുന്ന ആളല്ലല്ലോ. പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇതിനു മുമ്പും കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായപ്പോൾ തൊപ്പി ഉപയോഗിച്ചിട്ട് തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അള്ളാഹുവിന്റെ നാമത്തിൽ തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷെ ഇന്നലെ മാറ്റം വന്നിട്ടുണ്ട്. സ്വാഗതാർഹമാണ് അങ്ങനെ ഒരു മാനക ഭാഷയിലേക്ക്, അങ്ങനെ പൊതു ഇടങ്ങളിലേക്ക് വരുന്നത്. ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 8 വരിക്ക് ശേഷമുള്ള ബാക്കി വരികളെ കുറിച്ചുള്ള വിമർശനം. അത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരൊന്നുമല്ല ഉന്നയിക്കുന്നത്. സാക്ഷാൽ മഹാത്മാഗാന്ധി ഉന്നയിച്ചതാ, ജവഹർലാൽ നെഹ്റു ഉന്നയിച്ചതാ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ കാണേണ്ടതും ആ നിലയിൽ തന്നെയാണ് നമ്മൾ പോകേണ്ടതും. പക്ഷെ എന്താ പ്രശ്നം? നിങ്ങൾ നോക്കൂ, എത്ര മോശമായ നിലയിലേക്കാണ് ഈ മന്ത്രിസ്ഥാനത്തെ കുറിച്ചുള്ള അഭിലാഷ ആ വാചകം കൂടി പറഞ്ഞാൽ നിർത്താം. ആ വാചകം കൂടി പറഞ്ഞ് എത്ര മോശമായിട്ട് ഇപ്പൊ 2016-ലും 2021-ലും തൊട്ടു മുന്നിൽ 2 LDF ഗവൺമെന്റുകൾ ഇവിടെ വന്നില്ലേ? ഇതുപോലെ സമയമെടുത്തോ? ഇതുപോലെ മന്ത്രിമാരുടെ വകുപ്പ് നിശ്ചയിക്കാൻ സമയമെടുത്തോ? ഇനി മന്ത്രിമാരെ നിശ്ചയിച്ചപ്പോഴും വകുപ്പുകൾ നിശ്ചയിച്ചപ്പോഴും ഏതെങ്കിലും സമുദായ സംഘടനകളുടെ പ്രതിഷേധമുണ്ടായോ? ആ പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ മുഖ്യമന്ത്രി ഏതെങ്കിലും മതനേതാവിനെ അല്ലെങ്കിൽ സമുദായ നേതാവിനെ പോയി കാണേണ്ട അവസ്ഥയുണ്ടായോ? ഇവിടെ നിങ്ങൾ നോക്ക്, ഓരോ മതസംഘടനയുടെയും അതിനെയാണ് വിമർശിക്കുന്നത്. സമുദായ സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ എന്ത് കാര്യം രാഷ്ട്രീയമായ തീരുമാനമല്ലേ ഉണ്ടാവേണ്ടത്? അല്ല, ആ ഒരു കാര്യം താങ്കൾ പറഞ്ഞല്ലോ. ശരി, ശ്രീ KVS ഹരിദാസ്, ഇപ്പോ ഇന്ത്യയുടെ 78% ഇല്ല, ഈ BJP തന്നെയാണ്. BJP-യുടെ കേന്ദ്രഭരണവും BJP-യുടെ തന്നെ സംസ്ഥാന ഭരണവുമാണ്. ഒറ്റപ്പെട്ട ഇടങ്ങൾ ഇപ്പൊ കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, പഞ്ചാബ്, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ബാക്കി എല്ലായിടത്തും NDA ഭരണം നിലനിൽക്കുന്ന രാജ്യമാണ്. ഈ BJP ഇതര സംസ്ഥാനങ്ങളുണ്ടല്ലോ, ആ സംസ്ഥാനങ്ങൾക്ക് അവർക്കും മുന്നോട്ട് പോകേണ്ടതുണ്ട്. വരിഞ്ഞു മുറുക്കുന്ന സമീപനം, ഫെഡറൽ വ്യവസ്ഥയുടെ ലംഘനം തുടങ്ങിയ ആക്ഷേപം ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ, ബംഗാൾ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കേരള സർക്കാരിനോട് കേന്ദ്ര സർക്കാരിന്റെ സമീപനം എന്തായിരിക്കും? അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ് വിമുക്ത ഭാരതമായിരിക്കും BJP-യുടെ സ്വപ്നം എന്ന് കരുതി കേരളത്തിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയും വരിഞ്ഞു മുറുക്കാനാണ് സാമ്പത്തികമായി എങ്കിൽ അവർ പെർഫോം ചെയ്ത് കാണിക്കട്ടെ എന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുമോ? നടന്ന നേതൃയോഗത്തിലും അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറും അക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഞങ്ങളൊരു പ്രോ ആക്റ്റീവ് ഓപ്പോസിഷനായിരിക്കും ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം.
ഈ സ്റ്റേറ്റിൻ്റെ വികസനത്തിന് വേണ്ടി ഞങ്ങളാണ് വികസിത കേരളം എന്നൊരു മുദ്രാവാക്യവുമായിട്ട് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് കേരളത്തിൽ ക്യാമ്പയിൻ നടത്തുന്നത്. ആ മുദ്രാവാക്യം സാക്ഷാത്കരിക്കാൻ ഈ സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും ആവശ്യമായ പിന്തുണ കൊടുക്കും. ഒരു തർക്കവും വേണ്ട ആ കാര്യത്തിൽ. അതിന് കേന്ദ്രത്തിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ, സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ ഈ സർക്കാരിലെ മന്ത്രിമാർക്കൊപ്പം ഡൽഹിയിൽ പോയി ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ, അതിന് വേണ്ടുന്ന ക്യാമ്പയിനുകൾ വേണമെങ്കിൽ അതിന് നടത്താൻ ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ MLA-മാരുണ്ടാകും. പക്ഷേ ഞങ്ങൾ ചില കണ്ടീഷൻസ് വച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻസ് ഒന്ന് അഴിമതിരഹിതമായ ഭരണമാകണം എന്നത് തന്നെയാണ്. ഈ മത ജാതീയ ശക്തികൾക്ക് അടിമപ്പെടുന്ന സമീപനത്തിൽ നിന്ന് ഈ കോൺഗ്രസും മുന്നണിയും മാറണം എന്നതാണ്. വികസനത്തിന് വേണ്ടി സമയം ചെലവഴിക്കണം, വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കണം എന്നതൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ ശബരിമല പോലുള്ള ഇഷ്യൂസിൽ CBI അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടാണ്, ഒരു കാലത്ത് കോൺഗ്രസും ആവശ്യപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കണം. അതേപോലെ തന്നെ പഴയ കാലത്ത് ആചാരാനുഷ്ഠാനങ്ങൾ സംബന്ധിച്ച് ശബരിമല പ്രക്ഷോഭത്തിൽപ്പെട്ട അനവധി സ്ത്രീകൾക്കെതിരായിട്ട് കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ട് പിണറായി. കുറെ കാലങ്ങളായിട്ട് ആ കേസുകളുമായിട്ട് സ്ത്രീകൾ ഉൾപ്പെടെ കോടതി കയറി നടക്കുക. അതെല്ലാം പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ചിലത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ഞങ്ങളൊരു പ്രോ ആക്റ്റീവ് ഓപ്പോസിഷനായിരിക്കും. ഞങ്ങൾക്ക് നല്ല 3 പരിചയസമ്പന്നരായ MLA-മാർ ഈ സഭയിലുണ്ടാകും. യഥാർത്ഥ ഓപ്പോസിഷനായിട്ട് മാറാൻ ഞങ്ങൾക്ക് കഴിയണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രതീക്ഷയും. ഞാൻ ഒരു കാര്യം കൂടി നേരത്തെ പറഞ്ഞതിനോട് ചേർത്തിട്ട് അവസാനിപ്പിക്കാം അഭിലാഷേ. ഒരേ ഒരു കാര്യം ഈ ഫിഷറീസ് വകുപ്പിനെ കുറിച്ചാണ്. ഫിഷറീസ് വകുപ്പിന് കേരളത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ ബ്ലൂ എക്കണോമി എന്നൊക്കെ പറഞ്ഞിട്ട് നരേന്ദ്രമോദി ഒരുപാട് ഫണ്ട്സ് ഈ മേഖലയിലേക്ക് നീക്കി വച്ചിട്ടുണ്ട്. കേരളത്തിന് ഇത്ര ഒരറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കടൽ തീരമുള്ള കേരളത്തിന്, ഒരുപാട് ലേക്കുകളുള്ള കേരളത്തിന് ഇത് ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയേണ്ടതാണ്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വേണ്ടത്ര ജാഗ്രത പുലർത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൽ നിന്ന് തന്നെ ഒരു മലയാളിയാണ് ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രി നമ്മുടെ ജോർജ് കുര്യൻ. എന്നിട്ട് പോലും അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മൾ കാണണം. തർക്കിക്കാതെ ഫലപ്രദമായിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നല്ല മന്ത്രിയെ ആ വകുപ്പിന് കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം. ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ അതിൻ്റെ കൂടെ ചേർക്കാം. ഇപ്പോൾ ലത്തീൻ കത്തോലിക്കർക്ക് കൊടുക്കണം. ഇതാണല്ലോ ക്രൈസ്തവ സഭയുടെ ഒരു ആവശ്യം. ലത്തീൻ കത്തോലിക്കനായിട്ട് ഈ മന്ത്രിസഭയിലുള്ളത് ഷിബു ബേബി ജോണാണ്. ഷിബുവിനാണെങ്കിൽ അദ്ദേഹം നീണ്ടകര ചവറയായിട്ട് ബന്ധപ്പെട്ട് നല്ല അനുഭവ സമ്പത്തുള്ള ആളാണ് ഈ മേഖലയിൽ. പക്ഷെ അദ്ദേഹത്തിന് ഇത് വേണ്ട. ഞാനിത് പറയുന്നത് ഈ UDF-ന്റെ ഗതികേടാ. ഈ മേഖലയെക്കുറിച്ച് നല്ല സ്ഥാനമുള്ള ബേബി ജോണൊക്കെ ഫിഷറീസ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ആളാ. അവർക്ക് ഈ മേഖലയെക്കുറിച്ച് അറിയാം. പക്ഷേ ദേ ഡസന്റ് വാണ്ട് ദിസ് പോർട്ട്ഫോളിയോ. അപ്പൊ എന്നിട്ട് അദ്ദേഹത്തിന് എന്താ വനവുമായിട്ടൊരു ബന്ധമില്ലാത്ത വനംവകുപ്പ് വേണമെന്നാ ഷിബു ആവശ്യപ്പെടുന്നത്. അപ്പൊ ഈ ഒരു കോൺട്രഡിക്ഷൻസ് ഈ ചെയ്യട്ടെ. മന്ത്രിമാർ അവരുടെ വകുപ്പുകൾ അറിയുന്നതിന് മുറയ്ക്ക് അതിന്റെ ഫംഗ്ഷൻ സൈറ്റ് എടുത്ത് നടത്തട്ടെ. അങ്ങനെ നമ്മളൊരു പുതിയ ഭരണത്തിലേക്ക് കടക്കട്ടെ എന്ന് വിചാരിക്കാൻ എനിക്ക് ഒറ്റ ഇടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വരാം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ വസന്ത് സിറേക്ക്. നേരത്തെ ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ ഇത് 2ാമത്തെ ദിവസം മാത്രമാണ് സർക്കാരിന്റെ. ഇപ്പോഴേ സർക്കാരിനെ വിമർശനാത്മകമായി നോക്കിക്കാണേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങളൊന്നും അതിന് മുതിരുന്നുമില്ല, പെർഫോം ചെയ്യട്ടെ എന്ന് വെച്ചിരിക്കുകയാണ്. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് നേതാക്കളുടെ, സാമുദായിക നേതാക്കളുടെ ഒക്കെ വാക്കുകളിലുമാണ്. നോക്കൂപ്പോൾ VD സതീശന്റെ സത്യപ്രതിജ്ഞ, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തത് ഇപ്പോൾ വിവാദമാണ്. ആരെ വിവാദം ആക്കുന്നത്? ഇതേപോലെ വസന്തിനെ പോലെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ നിയോഗിക്കപ്പെട്ട നിങ്ങളുടെ 2 പ്രധാനപ്പെട്ട സ്പോക്സ് പേഴ്സൺസ് ഇന്ന് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുകയാണ്. അംബേദ്കറെ സതീശൻ വായിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത 2ാമത്തെ ദിവസം തന്നെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത് പുറത്തുനിന്ന് ആരും അല്ലല്ലോ. അല്ല അഭിലാഷ്, അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയണമെന്ന സ്റ്റാൻഡ് എല്ലാ കാലത്തും എടുത്തു പോരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ പോസ്റ്റുകളെ പറ്റി അഭിപ്രായ സമന്വയം ഉണ്ടെങ്കിലും വ്യത്യാസമുണ്ടെങ്കിലും അത് ചർച്ചയിൽ പറയുന്നത് ശരിയല്ല എന്നാണ് എന്റെ നിലപാട്. സോ നോ കമന്റ്സ്. രണ്ടാമത്, ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ
രണ്ടാമത്തെ ദിവസമാണ് സർക്കാരിനെ സംബന്ധിച്ച്. നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾ വിമർശിക്കാതെ മാറിയില്ല. നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും ജനങ്ങളെയുമാണ്. നിങ്ങൾക്കൊക്കെ വിമർശിക്കാം, തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, അത് കാണിച്ചേ പോകാവൂ. ഓഡിറ്റ് ചെയ്യപ്പെടണം ഈ സർക്കാർ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും കോൺഗ്രസ് പാർട്ടിയും. കാരണം ഈ സർക്കാർ ഓഡിറ്റ് ചെയ്യപ്പെട്ടാലാണ് എങ്ങനെയായിരുന്നു കഴിഞ്ഞ സർക്കാരെന്നും അതിൽ നിന്ന് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഞങ്ങൾ പ്രോമിസ് ചെയ്തതിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചതെന്നും ജനത്തിന് മനസ്സിലാകാൻ പോകുന്നത്. അതുകൊണ്ട് ആ വ്യത്യാസവും വളരെ കൃത്യമായി ഉണ്ടാവേണ്ടതുണ്ട്. പോലീസ് നരനായാട്ടിനെ എതിരായിട്ടുള്ള അന്വേഷണം ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ശൈലി മാറ്റത്തിന്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ആ ശൈലി മാറ്റത്തിൽ A തൊട്ട് Z വരെ ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം പ്രാവർത്തികമാക്കണമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല എന്ന് അങ്ങേക്കും അറിയാമല്ലോ. പക്ഷേ അത് യാഥാർത്ഥ്യമാകും. കാരണം ഞങ്ങൾ ജനങ്ങൾക്ക് പ്രത്യാശ കൊടുത്തു, അതിൽ പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുത്തു വന്നൊരു സർക്കാരാണ്. തീർച്ചയായിട്ടും എന്തായാലും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് വിലയിരുത്താം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.